ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയിൽ നിന്ന് 35 പവൻ തട്ടിയെടുത്ത യുവാക്കൾ അറസ്റ്റിൽ. ജ്വല്ലറിയുടെ മേന്ന് പരിചയപ്പെടുത്തി പഴയ സ്വർണത്തിന് പകരം പുതിയ സ്വർണവും പണവും നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. പരാതി ലഭിച്ച 2ാം ദിവസം ബംഗളൂരിൽ നിന്ന് പ്രതികളെ പോലീസ് വലയിലാക്കി. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. ജ്വല്ലറി ഉടമയെന്ന വ്യാജേന ഇൻസ്റ്റഗ്രാമിലൂടെ ബന്ധം സ്ഥാപിച്ച് സ്വർണം തട്ടിയെടുത്തു മുങ്ങിയ യുവാക്കളെ 2ാം ദിവസം വലയിലാക്കി പോലീസ്. പട്ടാമ്പി കൂട്ടുപാത സ്വദേശിനിയായ യുവതിയിൽ നിന്ന് 35 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. വടകര സ്വദേശി മുഹമ്മദ് നജീർ, കണ്ണൂർ സ്വദേശി മുബഷീർ എന്നിവരെയാണ് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. പരാതി ലഭിച്ച 2ാം ദിവസം ബാംഗ്ലൂരിൽ നിന്ന് പ്രതികളെ വലയിലാക്കുകയായിരുന്നു. കോഴിക്കോട്ടെ ജ്വല്ലറി ഉടമ എന്ന പേരിലാണ് വ്യാജ പ്രൊഫൈലിൽ നിന്ന് കൂട്ടുപാത സ്വദേശിനിയുമായി പ്രതികൾ ചങ്ങാത്തം സ്ഥാപിച്ചത്. പഴയ സ്വർണം നൽകിയാൽ ഈ സ്വർണവും ഒപ്പം പണവും തിരിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം. മെയ് 14 പട്ടാമ്പിയിൽ വെച്ച് സ്വർണം കൈമാറി. എന്നാൽ പിന്നീട് യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇരുവരുടെയും പേരിൽ സാമ്പത്തിക തട്ടിപ്പ്, ലഹരിക്കടത്ത് എന്നിവയ്ക്ക് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേരള വിഷൻ, പട്ടാമ്പി.